ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വായിക്കുക? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ. അപ്പോ എ കാറ്റഗറി ആരാണ്? മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിക്കുന്നവരാണ്. അതേപോലെ തന്നെ വഅല്ലമഹു, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്. പഠിക്കുന്നവർക്കാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമുക്കൊരു ഫാത്തിഹ കൊണ്ട് തുടങ്ങാം അല്ലേ? നര ഫാത്തിഹ ഫർസീൻ ഒന്ന് വന്നേ, എല്ലാവരും നിന്റെ ഫാത്തിഹ ഒന്ന് കേട്ടോ. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ മനോഹരമായി ഖുർആൻ ഓതാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഹദീസ് മറന്നുപോയിരുന്നു. ഒരു പ്രാവശ്യം വായിച്ചേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവർ. നമ്മുടെ മനസ്സിൽ പതിയണം, അതിനെ ആവർത്തിക്കുന്നു കേട്ടോ. ഇനി ഖുർആനിലെ ഒന്നാമത്തെ സൂറ ഏതാണ്? ഏതാ? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ. ഫത്ഹ് എന്ന് പറഞ്ഞാൽ തുടക്കം എന്നർത്ഥം. അങ്ങനെ വരുമ്പോ സൂറത്തുൽ ഫാത്തിഹ എന്താ അർത്ഥം? പ്രാരംഭ അധ്യായം. ഖുർആൻ തുടങ്ങുന്നത് ഫാത്തിഹ കൊണ്ടാണ്. അതേപോലെ
ഫത്ഹിന് വിജയം എന്നർത്ഥം. അങ്ങനെ വെക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ എന്താണ്? വിജയിക്കുന്ന സൂറ. കാരണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എന്താ നമ്മൾ എന്തുകൊണ്ടാ തുടങ്ങല്? സൂറത്തുൽ ഫാത്തിഹ എന്നല്ല. നമ്മുടെ നിസ്കാരം ശരിയാവണമെങ്കിൽ എന്ത് നിർബന്ധാണ്? ഫാത്തിഹ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഇല്ലാത്തവൻ എന്തില്ല? ഫാത്തിഹ ഓതാത്തവന് നിസ്കാരം ഇല്ല. അപ്പൊ ഫാത്തിഹ തെറ്റിച്ചോദിയാൽ എന്തുണ്ടാവില്ല? നിസ്കാരം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹ പഠിച്ചിരിക്കണം. നമ്മൾ മദ്രസയിൽ പഠിക്കേണ്ടത് ഒന്നുകൂടെ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റമദാനിന്റെ ഈ മഹത്തായ പ്രഭാതത്തിൽ, ഇതുപോലുള്ള പ്രഭാതങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ പഠിക്കാനായി മാത്രമല്ല, വലിയ ഓഫറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുള്ളത്. ഖുർആൻ പഠിക്കുന്നതിന് പാവപ്പെട്ട സ്വഹാബികൾ, ആ സ്വഹാബികളുടെ അരികിലേക്ക് അഹ്ലുസ് സുഫ എന്ന് പറയും. സുഫ എന്ന് പറഞ്ഞ തിണ്ണ. മദീന പള്ളിയിലെ ഈ തിണ്ണയിൽ കിടന്നുറങ്ങി അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ത് പറയുന്നോ അത് പഠിച്ച് അങ്ങനെ ജീവിക്കുന്ന കുറച്ച് പാവപ്പെട്ട സ്വഹാബികൾ, അഹ്ലുസ് സുഫ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ അരികിലേക്ക് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, മദീനയിലെ 2 ചന്തകൾ, ഒന്ന് ബുത്ഹാൻ, മറ്റൊന്ന് അഖീഖ്. ഈ 2 ചന്തകളിൽ ഏതെങ്കിലും ഒരു ചന്തയിൽ പോയി നല്ല ലക്ഷണമൊത്ത 2 ഒട്ടകത്തെ കൊണ്ടുവരാൻ. പൈസ എടുത്തു വാങ്ങാൻ അവർക്ക് എന്തില്ല? പൈസ ഇല്ല. ആരെ ഉപദ്രവിച്ചിട്ടോ കവർന്നെടുത്തതോ മോഷണം നടത്തിയതോ ഒന്നും ആവാൻ പാടില്ല. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ 2 ലക്ഷണമൊത്ത ഒട്ടകത്തെ ഈ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? എല്ലാരും മുഖത്തോട് മുഖം നോക്കുക. കാരണം ഒട്ടകം എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. പക്ഷെ ഇവരാണെങ്കിലോ ഉടുതുണിക്ക് മറുതുണിയില്ല, തലചായ്ക്കാൻ ഇടമില്ല. അങ്ങനെ മദീനത്തെ പള്ളിയിൽ അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ എങ്ങനെ സാധിക്കും? അപ്പൊ അവിടുന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ രാവിലെ പോവുക, എന്നിട്ട് 2 ആയത്ത് പഠിക്കുക, അല്ലെങ്കിൽ പാരായണം ചെയ്യുക. ഇത് ലക്ഷണമൊത്ത 2 ഒട്ടകത്തെ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ ഒട്ടകം. അപ്പൊ ഒരാൾ 10 ആയത്ത് പഠിച്ചാൽ 10 ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് അള്ളാഹുവിന്റെ കലാം. ആദ്യം പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ, പള്ളികളിൽ, ഏതെങ്കിലും ഒരു പള്ളിയിൽ. അപ്പൊ നമ്മൾ പള്ളിയിലാണുള്ളത്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ എന്തിനാ പറയുന്നറിയാം? നമുക്കിത് പഠിക്കുമ്പോൾ നമുക്കൊരു താല്പര്യം വേണ്ടേ? അപ്പൊ നമ്മള് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലേക്ക് കടക്കുമ്പോൾ ഒരു മര്യാദ ഉണ്ട്, ഒരു അദബ് ഉണ്ട്. എന്താണെന്നറിയാവോ? അതായത് 16ാമത്തെ സൂറ അൻ-നഹ്ലിലൂടെ അല്ലാഹു തആല പറയുന്ന വലിയൊരു കാര്യമാണ്. ചെറുതല്ല, വലിയൊരു കാര്യമാണ്. എന്താണത്? ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിന്റെ അർത്ഥം അറിയാമോ? ഫഇദാ ഖറഅതൽ ഖുർആന, നബിയെ തങ്ങൾ ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുമ്പോൾ ഫസ്തഇദ് ബില്ലാഹ്, അല്ലാഹുവിനോട് തങ്ങൾ കാവലിനെ തേടണം. ആരിൽ നിന്ന്? മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. നബിയെ തങ്ങൾ ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവിനോട് കാവലിനെ തേടുക. അതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതിയ നോക്കാം. അഊദു ഓതുമ്പോ കാണുന്നില്ലേ?
നോക്കേ, എന്തൊക്കെ വാക്കുകളുണ്ട്? ഒന്ന് പറഞ്ഞ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട അക്ഷരാണ് ഐൻ. എന്താണ്? പറയാ അതേപോലെ ശ്രദ്ധിക്കേണ്ട അക്ഷരാണ് ഏത്? ഇതാണ് ആയി പോകാൻ പാടില്ല. പല കുട്ടികൾക്കും പറ്റുന്നൊരു അബദ്ധാണ്. എന്ത് പറയൂ? ഒന്ന് ഔ എന്ന് പറയും. ഔ നമ്മൾ വേദനക്കാൻ പോലെ പറയാ അല്ലേ? അല്ല, എങ്ങനെ പറയണോ? പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട അക്ഷരാണ് ഇത് ബ. എങ്ങനെ പറയാൻ നമ്മൾ പറഞ്ഞത്? മേലെ ചുണ്ട് താഴെ ചുണ്ടിന്റെ ഉള്ളിൽ, ഇങ്ങനെയാണോ? അല്ല, മേലെ ചുണ്ട് താഴെ ചുണ്ടിന്റെ ഉള്ളിൽ തട്ടി പറയാ. ബി ഉറക്കെ പറഞ്ഞോ. ബില്ലാഹി അഊദു ബില്ലാഹി. മൂന്നാമത്തെ വാക്കെന്താ? മിന ശൈത്വാനി. അങ്ങനെ ഇത് ശ്രദ്ധിക്കണം. എന്താണ്? അല്ല, മിന ശൈത്താനി എന്ന് പറയൂല. മിന ശൈത്വാനി എന്ന് പറയോ? തത്വം എന്നൊക്കെ പറയും പോലെ പറയൂല. നാവ് എവിടെ? പല്ലിന് തട്ടാണ്, അവിടെ ഊനിൽ വെച്ചിട്ട് മിന ശൈത്വാനി. ചുണ്ട് വളയൊന്നും വേണ്ട. മിന ശൈത്വാനി. 3 രൂപത്തിൽ ഞാൻ പറയുന്നുണ്ട്. ആ ടോണ് നിങ്ങൾ ശ്രദ്ധിച്ചോ. മിനശ്ശൈത്താനി, മിനശ്ശൈത്വാനി. ഇത് 2 രൂപം തെറ്റാ. മിനശ്ശൈത്വാനി, മിനശ്ശൈത്വാനി. ഈ അക്ഷരം ശ്രദ്ധിക്കണം. ഇതേതാണ്? ഏതാ? ഷീൻ. എന്താണ്? സിഫത്ത് പഠിച്ചില്ല. വായിൽ കാറ്റ് നിറഞ്ഞിരിക്കുന്നു. പറയോ? മഷി, കൃഷി, കഷായം, വേഷം, മനുഷ്യൻ, വിഷയം. അതുപോലെ മിനശ്ശൈത്വാനി അഊദു ബില്ലാഹി അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇനി ഒരുമിച്ച് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. തൊണ്ടയുടെ മധ്യം, ഈ മിഡിൽ അവിടെ വെച്ചിട്ടാണ് എന്താ നമ്മളെ ഈ ത്രോട്ടിന്റെ മിഡിൽ, ഈ മധ്യഭാഗത്ത് വെച്ചിട്ട് എന്ത് പറയാ? നമ്മള് പഠിച്ചില്ലേ മദ്രസയിൽ? ഫഅല, ഫഅല, ഫഅലു, ഫഅലത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമ. അതൊക്കെയാണ് സർഫാക്കുമ്പോ എന്താവും? ഐനൊന്ന് ക്ലിയർ ആവും. നമ്മള് ഫഅല, ഫഅല, ഫഅലു, ഫഅലത് അങ്ങനെ പറഞ്ഞാൽ എന്താവൂല? ഐന് ക്ലിയർ ആവും. അപ്പൊ മറ്റു പ്രാവശ്യം ഒരുമിച്ച് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇനി അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആനിലുള്ള അല്ലാഹു തആല കൽപ്പിക്കുകയാണ് എന്ത്? നബിയെ തങ്ങൾ ഖുർആൻ ഓതുമ്പോ എന്തോദണോ? അഊദു ഓതണം. അഊദു ഓതൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. 16-ാമത്തെ സൂറ അൻ-നഹ്ലിന്റെ 98-ാമത്തെ ആയത്ത് എവിടെയുള്ളത്? ഓർമ്മിക്കില്ല. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാര് പറയുന്നത് ഖുർആൻ ഓതുമ്പോ അഊദു ഓതൽ ബലമായ സുന്നത്താ. ഒരു കാരണവശാലും എന്താക്കാൻ പാടില്ല, മറന്നുപോകാൻ പാടില്ല.
ഖുർആൻ എപ്പോ ഓതുമ്പോ. കാരണം നമ്മുടെ ആജന്മ ശത്രു ആരാണ്? പിശാച്. കാരണം അവൻ നമ്മളെ എങ്ങനെയെങ്കിലും ഖുർആനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ പിശാചിനോടുള്ള, ഇബ്ലീസിനോടുള്ള സമരം. എന്തിനാണ് ഇവിടെ നബിമാര് വന്നത്? എങ്ങനെയാണ് പിശാചിനോട് സമരം ചെയ്യേണ്ടത് എന്ന് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അപ്പൊ ഇത് നിസ്സാരമായിട്ട് കാണട്ടെ, അതുകൊണ്ടാണ് അവിടെ വിശദീകരിച്ചത്. നമ്മള് ഖുർആന്റെ അർത്ഥം പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് അല്ല, എങ്കിൽ കൂടെ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താക്കണം? അള്ളാഹുവിനോട് കാവലിനെ തേടിയിട്ടേ എന്ത് പാടുള്ളൂ? ഖുർആനിലേക്ക് കയറാൻ, ഓത്തു തുടങ്ങാൻ പാടുള്ളൂ. അത് ഫാത്തിഹ ആണെങ്കിലും യാസീൻ ആണെങ്കിലും എന്താണെങ്കിലും. ഇനി നിസ്കാരത്തിൽ ഇമാമിന്റെ ബാക്കിൽ നിന്ന് ഓതുമ്പോഴൊക്കെ എന്ത് ഓതണം? അഊദു. മറന്നുപോവാ ഇല്ല, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലായില്ലേ? ഐന് ശ്രദ്ധിക്കണം, ദാല് ശ്രദ്ധിക്കണം, ബാ, ശീൻ, ത്വാ, ഇങ്ങനെ 5 അക്ഷരങ്ങളാണ് അഊദുവിൽ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ കലാം. അപ്പൊ അള്ളാഹു ഇത് അഊദു ഖുർആനിലുള്ളതാണോ? അഊദു ഖുർആനിലുള്ളതാണോ? പറയല്ല. അഊദു ഓതാനുള്ള കൽപ്പന ഖുർആനിലുണ്ട്. ഈ രൂപം ആര് പറഞ്ഞു തന്നതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നമ്മൾ കടക്കേണ്ടത് എവിടത്തേക്കാണ്? ഏതാ? കയ്യിൽ മുസാഫില്ലേ? ഫാത്തിഹയിൽ ഒന്നാമത്തെ ഏതാ ആയത്ത്? ബിസ്മി അല്ലേ? അതും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. അത് വളരെ എളുപ്പമല്ലേ? നോക്കാം. വായിച്ചേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ? ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഏതാ? ബ. മേലെ ചുണ്ട് താഴെ ചുണ്ടിൽ തട്ടിയിട്ട് ഉച്ചരിക്കണോന്ന് മനസ്സിലാവില്ല മോനെ? പിന്നെന്താണ്? അർ-റഹ്മാൻ. എന്തൊക്കെയുണ്ട്? ബിസ്മി അല്ലാഹ് അർ-റഹ്മാൻ അർ-റഹീം. അപ്പൊ എത്ര? 1 2 3 4. അള്ളാഹുവിന്റെ എത്ര പേരുണ്ട് ഇവിടെ? 3 പേര്. ഒന്ന് അല്ലാഹ് എന്നുള്ള പേര്, റഹ്മാൻ എന്നുള്ള പേര്, റഹീം എന്നുള്ള പേര്. അപ്പൊ ഒക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. വിശദീകരണം ഒന്നും വേറെ ഇല്ല, നമ്മൾ പാരായണമാണ് പ്രധാനമായിട്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അക്ഷരം ശ്രദ്ധിക്കണം. ഏതാണ്? റഹ്മാൻ. പറഞ്ഞേ. റഹ്മാൻ, റഹീം, അർ-റഹ്മാൻ, അർ-റഹീം. എളുപ്പമില്ലേ? പറയാൻ കിട്ടിയില്ലെങ്കിൽ നോമ്പ് തുറക്കുവാണെങ്കിൽ കുറച്ച് നല്ല പച്ചമുളക് വെറുതെ ചവച്ചാൽ മതി. എന്താ അങ്ങോട്ട് വരുവാ മക്കൾ? എന്താ പറയാ അല്ലേ? തണുപ്പൊക്കെ വരുമ്പോ തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചില ആളുകൾ വരുത്തുന്ന ഒരു അബദ്ധമുണ്ട്. എന്താണെന്നറിയാം? ഈ റഹ്മാനി കൊണ്ടായിട്ട് എന്തായി കളയും? ഇതെന്താണ്? തെറ്റാ. റഹ്മാനൂന്ന് ഓതിക്കളയും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. എന്താണ്? റഹ്മാനു ആവരുത്, റഹ്മാനി. കണ്ടല്ല, റൗണ്ടിന്റെ പുറത്താണ്. ഇതാണ് ശരിയായത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഒരു പ്രാവശ്യം ഓതിത്തരാം മൊത്തത്തിൽ. നമുക്ക് വിശദീകരിച്ച് അടുത്ത ക്ലാസ്സുകളിലേക്ക്. ഇങ്ങനെ പോകുന്നോണ്ട് പ്രയാസമുണ്ടോ? കുറഞ്ഞ സമയം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن شاء الله പ്രയാസം തോന്നില്ലല്ലോ. അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം, അഊദുൽ ഏതൊക്കെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം, ബിസ്മിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ക്ലാസ്സിൽ നിന്ന് 25% മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് നമ്മളിങ്ങനെ നമ്മളെ ശരിപ്പെടുത്തി കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് നമ്മൾ ചെറിയ ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോൾ, അള്ളാഹുവിന്റെ കലാം പഠിക്കാനുള്ള ചെറിയ ശ്രമം നമ്മൾ നടത്തുമ്പോൾ വലിയ അവസരം അള്ളാഹു തുറന്നു തരും. അള്ളാഹു അവന്റെ കലാം തെറ്റുകൂടാതെ ഓതാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവുന്നതിലൂടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.